Hello everyone, welcome to Y Degree Stock Trading Mastery, or rather, welcome to the real world of stock trading. നിങ്ങൾ പലരും ഇപ്പം ഈ കോഴ്സിന് എൻറോൾ ആകുമ്പോൾ നിങ്ങൾ ബിഗിനേഴ്സായിട്ടായിരിക്കും എൻറോൾ ആവുക, അല്ലെങ്കിൽ നിങ്ങൾ പലരും എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും, കുറേ ലോസ് വന്നവരുണ്ടാവും, ഈ പലരുടെയും ടിപ്പ് പ്രൊവൈഡേഴ്സിൻ്റെ ടിപ്പ് എടുത്ത് ട്രേഡ് ചെയ്തിട്ടുള്ളവരുണ്ടാവും, ഓപ്ഷനിൽ കയറി കുറേ കാശ് പോയിട്ടുള്ളവരുണ്ടാവും. നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളൊരു ഡൗട്ടായിരിക്കും ശരിക്കും എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ ശരിയാവും, അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിച്ചാൽ ശരിയാവും. ഇങ്ങനെയുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതിന് കാരണം നിങ്ങൾ തന്നെ പുറത്ത് ഒരുപാട് കോഴ്സ് സെല്ലേഴ്സിനെ കാണുന്നുണ്ട്, അതേപോലെ സ്റ്റോക്ക് ട്രേഡിംഗ് അക്കാഡമീസ്, സ്റ്റോക്ക് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ സ്ട്രാറ്റജി പറയുന്ന ആൾക്കാർ, കുറേ ഇൻഡിക്കേറ്റേഴ്സ് പുഷ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഫോർ മാർക്കറ്റിംഗ് പർപ്പസ് ഉള്ളതാണ്. ശരിക്കും ഇതല്ല, ഇത് പറയുന്ന ഒരു കാര്യങ്ങളും അല്ല നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കാൻ പോകുന്നത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ചാർട്ടിനെ എങ്ങനെ മനസ്സിലാക്കുക. ഈ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സോ നൂറുകണക്കിന് സ്ട്രാറ്റജീസോ ഒന്നും ഇല്ലാതെ ഒരു ചാർട്ട് കാണുമ്പോൾ അതിൽ പ്രോപ്പർ പ്രൈസ് ആക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ആ ചാർട്ട് കാണുമ്പോൾ ചാർട്ടിൻ്റെ സ്ട്രക്ചർ എന്താണ്, ചാർട്ട് ബിയറിഷ് ആണോ ബുള്ളിഷ് ആണോ, അല്ലെങ്കിൽ ആ മുകളിലോട്ടാണോ പോകുന്നത് താഴോട്ടാണോ പോകുന്നത്, ഇതുപോലും പലർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയില്ല. അപ്പം ബേസിക് ആയിട്ട് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പം ഈ പ്രൈസ് ആക്ഷൻ, അതേപോലെ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയും. അപ്പോൾ ഈ ടെക്നിക്കൽ അനാലിസിസ് നിങ്ങൾ എക്സ്പെർട്ട് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ക്യാപിറ്റൽ ഇട്ട് ട്രേഡ് ചെയ്യാനും അത് പ്രോഫിറ്റ് ഉണ്ടാക്കാനും കോമ്പൗണ്ട് ചെയ്യാനും എല്ലാം പറ്റുള്ളൂ. സോ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഒരു ചാർട്ട് റീഡ് ചെയ്യുന്നത് തറവാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ക്ലാസ്സുകളെല്ലാം ആ ഒരു സ്ട്രക്ചറിലായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അതേപോലെ ഓരോ ക്ലാസ്സിന് ശേഷവും നിങ്ങൾക്ക് പല തരമുള്ള അസൈൻമെൻറ്റ്സ് ഉണ്ടാവും. കാരണം നമ്മൾ പഠിപ്പിക്കുമ്പോഴല്ല, നിങ്ങളായിട്ട് ചെയ്യുമ്പോഴാണ് പഠിക്കുന്നത്. അപ്പം ആ ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ മാത്സ് ടീച്ചർ ബോർഡിൽ പ്രോബ്ലം ഇട്ടിട്ട് അതൊന്ന് വായിച്ച് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ ചെയ്ത് പഠിക്കണം. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ എന്ത് പഠിപ്പിച്ചാലും നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് ആയിട്ടും ഹോംവർക്സ് ആയിട്ടും നിങ്ങൾ ഓൺ ഡെയിലി ബേസിസ് അനാലിസിസ് ആയിട്ടും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് 100% നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു കാര്യം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ക്യാപിറ്റൽ ഇട്ട് തുടങ്ങും. ചെറിയ എമൗണ്ട് ഇട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ആയിരിക്കും നിങ്ങൾ വലിയ എമൗണ്ടിലേക്ക് പോകുക. അപ്പം ഈ ക്യാപിറ്റൽ ഇട്ട് മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് സൈക്കോളജി എന്നുള്ളതാണ്. അപ്പം പലരും ചോദിക്കും എന്താണ് ഈ ട്രേഡിംഗ് സൈക്കോളജി, സ്ട്രാറ്റജീസ് അല്ലേ സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. നിങ്ങൾ എത്ര സ്ട്രാറ്റജീസ് പഠിച്ചാലും നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജി അല്ലെങ്കിൽ നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലോങ് റണ്ണിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് സത്യം. അപ്പം നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ടെക്നിക്കൽ അനാലിസിസ്, അത് കഴിഞ്ഞ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജിയാണ്. അതായത് ഏറ്റവും സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണെങ്കിൽ, നിങ്ങളൊരു 10,000 രൂപ ഇട്ട് ട്രേഡ് ചെയ്യും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണോ, നിങ്ങൾ ഇമോഷൻ ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ഇതേ രീതി തന്നെ 10 ലക്ഷം ക്യാപിറ്റൽ ഇട്ടും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക്കലി നമ്മൾ സോൾവ് ചെയ്യുന്നൊരു കാര്യം. അതേപോലെ പിന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം റിസ്ക് മാനേജ് ചെയ്യുക. ഇവിടെ വന്ന പലരും കാശ് ഉണ്ടാക്കണം, പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ടായിരിക്കും വന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ തുടക്ക സമയത്ത് പ്രോഫിറ്റിലല്ല ലോസിലാണ്. കാരണം നിങ്ങളുടെ ഇത്ര എമൗണ്ട് ക്യാപിറ്റൽ അവിടെ ഉണ്ടാവും. ഈ ക്യാപിറ്റലിനെ സേഫ് ആക്കുക. നിങ്ങളുടെ 10 ലക്ഷം ഉണ്ടായിക്കോട്ടെ, 5 ലക്ഷം ഉണ്ടായിക്കോട്ടെ, ഈ കാശ് കളയാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. നിങ്ങളുടെ ക്യാപിറ്റൽ സേഫ് ആക്കുക, നിങ്ങളുടെ ലോസ് മിനിമൈസ് ചെയ്യുക. കാരണം ഇത് രണ്ടും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്ന് കയറി 5 ലക്ഷം രൂപയായിട്ട് ട്രേഡ് ചെയ്ത് നാളെ 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റിച്ച് ക്വിക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് കാശുകാരനാകാൻ പറ്റുന്ന ഒരു സാധനമല്ല സ്റ്റോക്ക് ട്രേഡിംഗ് എന്നുള്ളത് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുണ്ട്. ഈ പറഞ്ഞ ടെക്നിക്കൽ അനാലിസിസും ട്രേഡിംഗ് സൈക്കോളജി, റിസ്ക് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നല്ലൊരു എഡ്ജ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ട്രേഡിങ്ങിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി മാർക്കറ്റ്, ഓപ്ഷൻസ്, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി, ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ്. അപ്പോൾ നമ്മൾ ഒന്നും വിട്ടിട്ടില്ല. എല്ലാ മാർക്കറ്റ്സും അല്ലെങ്കിൽ ഓരോ മാർക്കറ്റ് കണ്ടീഷൻസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, ടെക്നിക്കൽ അനാലിസിസ് എന്തൊക്കെ വരുന്നുണ്ട്, ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്, അപ്പം ഈ പറഞ്ഞ മാർക്കറ്റുകളിലെല്ലാം ഉള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് ഈ പറഞ്ഞ എല്ലാ മാർക്കറ്റിലും എങ്ങനെ ട്രേഡ് ചെയ്യാം, അതേപോലെ നിങ്ങൾക്ക് എങ്ങനെ പ്രോഗ്രസ് ചെയ്യാം, എങ്ങനെ പ്രോഫിറ്റബിൾ ആവാം, ഇതെല്ലാം നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ പറയുന്ന ഓരോരുത്തരുടെയും പെർഫോമൻസ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ആ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളും ചെയ്യണം. ഈ ഒരു ടൈം അവിടെ പലരും ചോദിക്കും എത്ര നാൾ കൊണ്ട് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു 2 മാസം കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പം ഈ ചോദ്യത്തിനുള്ള ഉത്തരവും അത് തന്നെയാണ്. നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ 10 പേര് ചെയ്യുന്നുണ്ട്, 10 പേരും പ്രോഫിറ്റബിൾ ആകുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾ പ്രോഫിറ്റബിൾ ആകും എന്നുള്ള ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾ സക്സസ്ഫുൾ ആകും. നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുക അത്രയും പ്രോഫിറ്റ്സ് നിങ്ങൾ കൂടുതലുണ്ടാകും. അപ്പം ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള സെഷൻസ് എന്തൊക്കെയാണെന്നും ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അടുത്തടുത്ത കോഴ്സുകളിൽ മനസ്സിലാവും. So once again I congratulate you and I welcome you to Y Degree.